അങ്ങനെ നമ്മള് ഫിസിക്സ് തുടങ്ങി, കെമിസ്ട്രി തുടങ്ങി, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമാണ്, സിമ്പിളാണ്, ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചത് എടുക്കും. അല്ല, ഫിസിക്സ് ഇംഗ്ലീഷ് നിങ്ങൾ +1 +2 ഇച്ചിരി ഡേഞ്ചർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് A+ വിഷയങ്ങൾ പോകുന്നതിൽ ഒരെണ്ണം ഇംഗ്ലീഷാണ്. കൂടുതൽ പേര് തോക്കുന്ന വിഷയങ്ങളിൽ ഒന്നും ഇംഗ്ലീഷാണ്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കൂളുകളിൽ എടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷിന്റെ അറിയാം. കാരണം അത് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം ഇംഗ്ലീഷിന് ഏറ്റവും ഒരുപാട് അധ്യാപകരാണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അനീഷ് സാറാണ്. ഞാൻ അനീഷ് സാറിനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അനീഷ് സാറിന്റെ പഠിക്കുമ്പോഴോളം നിപ്പുണ്ട്. അനീഷ് സാറിനെ ലൈവായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കാം. അന്നേരം എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, ആണ്ടെ ഇതാണ് അനീഷ് സാറ്. അന്നേരം ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായ ഒരു മനുഷ്യനാണ്. വളരെ വിനയമായിട്ടുള്ള, നിങ്ങൾ ഈ കാണുന്ന വെറും ഒരു പാവത്തിന് മനുഷ്യനാണ്. പക്ഷെ പുലിയാണ് ഇംഗ്ലീഷിൽ. കാരണം ഇംഗ്ലീഷിൽ MA BEd അതുപോലെ തന്നെ നെറ്റ്, അതായത് കോളേജിലേക്ക് അധ്യാപകർക്കുള്ള പ്രവേശനമുള്ള നെറ്റ് എന്ന് പറയുന്ന വളരെ അപൂർവം പേര് എടുത്തേക്കുന്ന, അതുവരെ പാസ്സായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അധ്യാപകൻ. നല്ല പുപ്പുലിയായിട്ട് നിങ്ങൾ പഠിപ്പിക്കും, സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കും. ഈ കാണുന്ന സിംപ്ലിസിറ്റി എല്ലാത്തിലും ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട. അന്നേരം എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓഫർ ചെയ്യാം. അനീഷ് സാറിന്റെ ക്ലാസ് ഇനിയും കിട്ടുകാഴ്ച ക്ലാസ്സിലായിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് A+ എന്നുള്ളതല്ല, 2 വർഷം കൊണ്ട് 100 മാർക്ക് ഇംഗ്ലീഷ്. അന്നേരം 200 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഫുൾ മാർക്ക് ഗ്യാരണ്ടി. സാർ പറയുന്ന പോലെ ചെയ്തേച്ചാൽ അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് പടക്കം എന്ന് പറഞ്ഞ സാർ ക്ലാസ് എടുക്കും. അന്നേരം അത്രയ്ക്ക് ഭാവത്താൻ അധ്യാപകമാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. അത്രയേ ഉള്ളൂ. 2015 ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ അവിടുത്തെ ഫിസിക്സ് അധ്യാപകൻ, സാറ് അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപനമാണ്. അന്നേരം അവിടുന്ന് പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 6 കൊല്ലമായിട്ട് നീണ്ടു നിൽക്കുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ഒരുപാട് ഓഫ്ലൈനിൽ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ഞാൻ സാറിനെ സജസ്റ്റ് ചെയ്യും. സാർ അവിടെ പോയിട്ട് സാധാരണ ആവറേജ് കുട്ടികൾ ഒരു ഫുൾ മാർക്ക് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എനിക്കും തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പറയാവുന്ന വേറൊരു അധ്യാപനം എനിക്ക് ഇംഗ്ലീഷിൽ ഇല്ല ഇപ്പോ. അന്നേരം അത് ബെസ്റ്റ് സാറ് തന്നെയാണ്. സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഞാൻ പതുക്കെ സ്കൂട്ടാവുകയാണ്. സാർ ഇനി എടുത്തോളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഇംഗ്ലീഷ് നോക്കിക്കോളും. ബൈ ബൈ, സി യു. ഓക്കെ, ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾ 13-ാമത്തെയും 14-ാമത്തെയും ഗ്രൂപ്പ് ഫുൾ ആകാനുണ്ട്. ബാക്കി 16, 17 ഒക്കെ ഇട്ടോളും. നിങ്ങൾ ധൈര്യമായിട്ട് ഗ്രൂപ്പിനകത്ത് എൻ്റർ ചെയ്യാം, ഒരു പ്രശ്നമില്ല. 13, 14 ഫുൾ ആകാനുണ്ട്, അതിനകത്തോട്ട് കയറുക. 15-ാമത്തെ ഗ്രൂപ്പ് ഫുള്ളായി. എനിക്ക് തോന്നുന്നു അതിനകത്ത് ലാസ്റ്റ് ഗ്രൂപ്പ് നിട്ടേക്കൊണ്ട് ഇടിച്ചു കയറിയതായിരിക്കും. 13, 14 വേക്കൻസി ഉണ്ട്. 16, 17 ഒക്കെ ഇട്ടേക്കും. അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തോട്ട്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും ഇട്ടേക്കും, എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും ഇട്ടേക്കും. അത് കാണുക. അതെ, ഞാൻ സ്കൂട്ട് ചെയ്യുന്നു. ഇനിയെല്ലാം അനീഷ് സാർ താൻ പഠിപ്പിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്. വളരെ പോപ്പുലറായി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തായ ഗിരീഷ് സാറിൻ്റെ ഗിരീഷ് ഫിസിക്സ് എന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോം, അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ആവശ്യപ്പെടുന്നു എന്നത് കാരണം സാറ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാനായിട്ട് വന്നിട്ടുള്ളത്. യൂട്യൂബ് ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഗിരീഷ് സാർ വളരെയധികം പരിശ്രമങ്ങൾ നടത്തുകയും അത് വളരെ ഭംഗിയായിട്ട് ക്ലാസ്സുകൾ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ. അപ്പോൾ സാറൊക്കെ അത്രയും വലിയ സർവീസ് ചെയ്യുമ്പോൾ ഈ എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുവാൻ പ്രയാസമുള്ള നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് ഒരു സഹായം എന്ന നിലയ്ക്കാണ് സാറ് ഈ ചാനലിൽ എനിക്ക് ഇത്തരത്തിലൊരു അവസരം നൽകിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയാസമുള്ള എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ്സുകൾ ഉപകരിക്കും. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രയാസം എന്നത് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചതുപോലെ അല്ല +1 +2 ഇംഗ്ലീഷ്. +1 +2 ഇംഗ്ലീഷ് ഇത്തിരി കട്ടിയുള്ള ഇംഗ്ലീഷാണ്. ഡയറക്റ്റായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ച സമ്മറി, പലപ്പോഴും ഇംഗ്ലീഷ് പരീക്ഷയുടെ തലേന്ന് മാത്രമായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. അപ്പോൾ സമ്മറി മാത്രം അറിഞ്ഞു വെച്ച് ഒരു ചാപ്റ്ററിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ല. പലപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും.
അതേപോലെ ഗ്രാമർ, പലപ്പോഴും ഗ്രാമർ കമ്പൾസറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ആക്ടിവിറ്റീസ്, നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത കരിക്കുലം വീറ്റേ പോലെയുള്ള, ട്രാവൽ ഇൻഫോ പോലെയുള്ള, പാനൽ ഡിസ്കഷൻ പോലെയുള്ള പുതിയ പുതിയ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഇംഗ്ലീഷ് പ്രയാസമാണ്, പഠിച്ച് പാസ്സാകാൻ പ്രയാസമുള്ള കുട്ടികൾക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നിങ്ങൾക്ക് എ ഗ്രേഡ് അല്ലെങ്കിൽ A+ ഗ്രേഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയ പ്രയാസം തന്നെയാണ്. മുൻ വർഷങ്ങളിലെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഫെയിൽ ആവുന്ന വിഷയങ്ങളിലൊന്ന്, ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് A+ നഷ്ടപ്പെടുന്ന വിഷയങ്ങളിലൊന്നും ഇംഗ്ലീഷായിട്ട് മാറും. അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ നന്നായി പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് സുഖമായി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് +1 പഠിക്കാനുള്ള എല്ലാ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് 19 യൂണിറ്റുകൾ, 19 ചാപ്റ്റേഴ്സാണ്, 6 യൂണിറ്റുകളായിട്ട് 19 ചാപ്റ്റേഴ്സാണ് +1 ഈ 19 എണ്ണത്തിൽ 14 എണ്ണം പ്രോസും 5 എണ്ണം പോയവുമാണ്. പക്ഷെ അത് മുഴുവൻ നമ്മൾ പഠിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എടുത്ത് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഒരു ഭാഗവും ചോർന്നു പോകാതെ എക്സാമിന് എങ്ങനെ ചോദിച്ചാലും എഴുതത്തക്ക രീതിയിൽ വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ, എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യമാണ്, അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ആദ്യത്തെ ക്ലാസ്സുകൾ ഉണ്ടാവാം. നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. പല വിഭാഗങ്ങളിലുള്ള കുട്ടികളാണ് ക്ലാസ് കേൾക്കുക. നന്നായി ഇംഗ്ലീഷ് മനസ്സിലാവുന്ന കുട്ടികളുണ്ടാവാം, ഇംഗ്ലീഷ് വലിയ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തരിക. ആ ഫീഡ്ബാക്കിനനുസരിച്ച് ക്ലാസ്സുകൾ വരുത്തേണ്ട മാറ്റം നമ്മൾ വരുത്തുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായി പഠിക്കുക, നിങ്ങളുടെ ഭാഷ മെച്ചപ്പെടുത്തുക ഒരു സഹായമാകട്ടെ എന്നൊരു പ്രതീക്ഷയോടുകൂടി ഗിരീഷ് സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ സെഷൻ ഇവിടെ തുടങ്ങുവാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്, അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയാണ്. ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ സ്റ്റോറിയും അതിന്റെ സമ്മറിയുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു സാധാരണ ക്ലാസ് പോലെ ലിറ്ററേച്ചറാണ്, എൻജോയ് ചെയ്ത് പഠിക്കാനുള്ള സമയം നമുക്കില്ല, വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനെ മാത്രമാണ്. അപ്പൊ ആ എക്സാമിന് വേണ്ടി ഈ ചാപ്റ്ററിൽ ഈ സ്റ്റോറിയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെ എഴുതാം എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോറിയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതാൻ ആവശ്യമായ പോയിന്റുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇത് സമ്മറി ആണെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അല്ല, മറിച്ച് ആ സ്റ്റോറിയിൽ നിന്ന് ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന പോയിന്റ്സ് ആണ്. ആ സ്റ്റോറിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും മിസ്സാകാതെ സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട്സ് ആണ്. ഇത് നമ്മൾ പഠിക്കുന്നത് +2 ആണ്, ഇംഗ്ലീഷ് ആണ്. കഴിവത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടി അത്യാവശ്യം നമുക്ക് മലയാളവും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. ഒരു 1-2 പ്രാവശ്യം നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം പരിചയമാകും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഇത് പഠിച്ചാൽ മതി. ഈ പോയിന്റുകൾ മാത്രം നിങ്ങൾക്ക് മതി. ഈ ക്ലാസ്സുകൾ മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പോയിന്റുകൾ പഠിക്കാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യുക, ഞാൻ പറയുന്നതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. നിങ്ങൾ കുറച്ചു പേരൊക്കെ കഥ വായിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. അപ്പം കഥ വായിച്ചവർക്കും വായിക്കാത്തവർക്കും പറ്റുന്ന രീതിയിൽ കഥയോടെ മനസ്സിലാവണം. അപ്പൊ നമുക്ക് തുടങ്ങാം. What is his first flight? His first flight is a story, we all know. It is a story of whom? It is a story of a young seagull. It is a story of a young seagull who was afraid to fly. So that is the problem. The seagull was afraid to fly. It is a story of a young seagull who was afraid to fly. It was his first flight. It was a small seagull. It was his first flight. He was afraid to fly. So പറക്കുവാൻ ഭയമുള്ള ഒരു പക്ഷിയുടെ കഥയാണ് his first flight. It is the story of a young seagull who was afraid to fly. അപ്പം യങ് സീകൾ പറക്കുവാൻ മടി കാണിക്കുമ്പം അവന്റെ പേരൻസ് എന്ത് ചെയ്യും?
അവന്റെ പേരൻസ് അവനെ പറപ്പിക്കാൻ ശ്രമിക്കും അല്ലേ? They tried to motivate him. അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. എങ്ങനെ അവർ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? They came around him, they called him, and they threatened to starve him. So look at the point. His parents tried to motivate him. They came around him, they called him, and they threatened to starve him. So his parents tried to motivate him. Yet the bird was afraid to fly. So though the parents tried to motivate him, the bird was afraid to fly. Why was he afraid to fly? Because of these reasons. The first reason is he lacked self-confidence. He did not have self-confidence. പറക്കുവാനുള്ള കോൺഫിഡൻസ് ഇല്ല. രണ്ടാമത്തെ റീസൺ എന്താ? His thought that his wings would not support him. അവന്റെ ഒരു ചിന്തയാണ്. His thought. What thought? His thought that his wings would not support him. തന്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന അവന്റെ ചിന്ത. അടുത്ത പ്രശ്നം എന്താ? He did not have any previous experience of flying. ഇതിനു മുമ്പ് പറന്നുള്ള അനുഭവം ആ പക്ഷിക്കില്ല. So there are three reasons. First one, his lack of self-confidence. His thought that his wings would not support him, and he did not have any previous experience of flying. So look at these points. Though his parents tried to motivate him, he did not have the confidence to fly. The problems were he lacked self-confidence. He thought that his wings would not support him, and he did not have any previous experience of flying. So the bird was made to sit alone in his sledge the whole day starving. The bird was made to sit alone in his sledge the whole day starving. ആ ദിവസം മുഴുവൻ പട്ടിണിക്ക് ആ പക്ഷിക്ക് ആ ലഡ്ജിലിരിക്കേണ്ടി വന്നു, ആ കൂട്ടിലിരിക്കേണ്ടി വന്നു. അവിടെ ഇരുന്നോണ്ടാണ് എന്താ ചെയ്തത്? സിറ്റിംഗ് there he watched the activities of other family members. അവിടെ ഇരുന്നുകൊണ്ട് മറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുകയാണ്. So the bird was made to sit alone in his sledge the whole day starving. Sitting there, he watched the activities of other family members. Finally, what happened? His mother understood that unless he interfered, he would not fly. അപ്പോൾ താൻ ഇടപെട്ടില്ല എങ്കിൽ അവൻ പറക്കില്ല എന്ന് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. His mother understood that unless he interfered, he would not fly. So from the beginning, it is the story of a young seagull who was afraid to fly. His parents tried to motivate him. They came to him, they called him, and they threatened to starve him. But he did not have the confidence to fly. His problems were lack of self-confidence. He thought that his wings would not support him. And what happened? He did not know his ability to fly. So as a punishment, he was made to sit alone in his sledge the whole day starving. പട്ടിണി അവിടെ ഇരിക്കുക. Sitting there, he watched the activities of other family members. അവിടെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു. Finally, his mother understood that unless he interfered, he would not make an attempt to fly. So she came near him with a scrap of fish on her beak. His mother, she understood that unless he interfered, he would not fly. If interfere ചെയ്തില്ലെങ്കിൽ പക്ഷി പറക്കില്ല. So what did she do? She came near him. അവന്റെ അടുത്തേക്ക് പറന്നു വന്നു. With a scrap of fish on her beak. ചുണ്ടില് മീനിന്റെ കഷ്ണവുമായിട്ടാണ് പറന്നു വരുന്നത്. What happened? വിശന്നിരിക്കുന്ന പക്ഷി മീനിന്റെ കഷ്ണം കാണുമ്പോൾ എന്ത് സംഭവിക്കും? He will die for the fish. Tired out by hunger, he died for the fish. വിശന്നിരുന്ന പക്ഷി, he died for the fish. What happened? He died for the fish and he fell down. നല്ല പൊക്കത്തിലാണ് പക്ഷിയുടെ കൂട്. അപ്പം താഴേക്ക് വീഴാൻ തുടങ്ങി. Then what happened? പക്ഷിക്ക് താഴെ വീഴാൻ പറ്റില്ലല്ലോ. He started falling downwards. താഴേക്ക് വീഴുകയാണ്. After some time, he could flap his wings. Then he was not falling, he was soaring. Look, it's like this. His mother came near him with a scrap of fish on her beak.
Tired out by hunger, the bird dived for the fish and he fell down. He started falling downwards. After some time, he could flap his wings. Now he was not falling downwards, he was soaring downwards. Then outwards, and he started soaring upwards. Thus, the bird made his first flight. The whole family praised him. Praised him. Once again, his mother came near him with a scrap of fish on her beak. Tired out by hunger, the bird dived for the fish. He fell down. He started falling downwards. After some time, he was able to flap his wings. Now he was not falling, he was soaring downwards. Then he started soaring outwards and upwards. Thus he was able to make his first flight. And the whole family praised him. So, the bird was able to fly. His family members praised him. Is it over? Parana matram madhiyo? Alla. Oru pakshi adu parana matram pora. Marichu kadalil irangan padikkanam. Kadalil irangan matram padicha madhiyo? Alla. Bhakshanam era pidikkanum padikkanam. So ഇവിടെ നമ്മളുടെ കഥ അവസാനിക്കുന്നത് ഈ പക്ഷി കടലിൽ ഇറങ്ങുന്നത് വെച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. Now his family members wanted him to land on the sea. അപ്പോൾ അവനെ കടലിൽ ഇറക്കാനുള്ള ശ്രമം. His family members wanted him to land on the sea. For that what did they do? അവനെ അങ്ങനെ ഇറക്കാനായിട്ട് അവരെന്ത് ചെയ്തു? They landed on the sea. They landed on the green sea and they beckoned to him. They called him. They invited him. അവര് ഗ്രീൻ സീയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ പക്ഷിയെ ഇൻവൈറ്റ് ചെയ്തു. Look at that. Now they wanted him to land on the green sea. They landed over the green sea and beckoned to him. What would the bird do? The bird made an attempt to land on the sea. The bird tried to land over the sea. സീയുടെ മുകളിൽ ഇറങ്ങാൻ ഒരു ശ്രമം നടത്തി. What happens? His legs touched water, it sank. കാലുകൾ വെള്ളത്തിൽ തൊട്ടു, അത് താന്നുപോയി. His belly touched the water, അവന്റെ വയറിന്റെ ഭാഗം വെള്ളത്തിൽ മുട്ടി, and it sank no further. പിന്നെ താഴോട്ട് പോയില്ല. Look at that. He made an attempt to land on the sea. He landed over the sea. His legs touched the water. It sank into the sea. His belly touched the water and he sank no further. Thus, he learned to land over the sea. So, two things he has learned. One, he has learned the art of flying. Two, he has learned to land over the sea. How was he successful? He was successful in overcoming his fear and he learned the art of flying. When we overcome our fear, we learn the art of flying. നമുക്ക് ഒക്കെയും പറക്കാൻ പറ്റും. എപ്പോഴാണ്? ഭയത്തെ അതിജീവിക്കുമ്പോൾ. Okay, now let us see the story from the beginning. It is a story of a young seagull who was afraid to make his first flight. His parents tried to motivate him. They came near him, they called him, finally they threatened to starve him. Still, the bird was afraid to fly. Why was the bird afraid to fly? What was his problem? His lack of self-confidence. The second reason, he thought that his wings would not support him. The third reason, he never had any previous experience of flying. And there is one more reason, he did not know of his own innate ability to fly. തന്റെ പറക്കുവാനുള്ള ജന്മസിദ്ധമായ കഴിവിനെ പറ്റി ആ പക്ഷിക്ക് അറിയില്ല. So, he was made to sit alone in his sleds the whole day starving. Sitting there, he watched the activities of other family members. His mother understood that unless she interfered, he would not fly. So, she came near him with a scrap of fish on her beak. Tired out by hunger, the bird dived for the fish and fell down. He started falling downwards.
Now he was able to flap his wings. He was not falling, he was soaring. He started soaring outwards. Then he started soaring upwards. Thus he made his first flight. His family members praised him. Is it over? No. Now they wanted him to land on the sea. They landed over the green sea and invited him. He made an attempt to land on the sea. His legs touched the water, it sank. His belly touched the water, it sank no farther. Thus he was able to land over the green sea. Now he was able to overcome his fear and he became successful in learning the art of flying. നമ്മുടെ സമ്മറിയുടെ പ്രത്യേകത ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും സിമ്പിൾ ലാംഗ്വേജിൽ എന്നാൽ ആ സ്റ്റോറിയിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളും മിസ്സാവാതെയുള്ള സമ്മറിയാണ്. ഒത്തിരി ചെറുതല്ല. ഷോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അതിനൊക്കെയും എഴുതാൻ ആവശ്യമായ പോയിന്റുകൾ ഇതിലുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എഴുതാൻ സമയം തികയില്ല എന്നതാണ്. മറ്റൊന്ന്, ചോദിക്കുന്ന ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാൻ നമുക്ക് കഴിയില്ല എന്നതാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത്തരത്തില് ക്രിസ്പായിട്ട് ഷാർപ്പായിട്ട് പഠിച്ചു വയ്ക്കുന്നത്. അപ്പൊ ഇത്തരത്തിലായിരിക്കും നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റ്സ് എടുത്ത് ഒന്നും മിസ്സാവാതെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ലിറ്ററേച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അത് മാർക്ക് വാങ്ങാൻ പഠിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് ആസ്വദിച്ച് പഠിക്കേണ്ട ഒന്നാണ്. പക്ഷെ ആസ്വദിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ധാരാളം മീഡിയാസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ആകെയുള്ള മാർഗം എന്ന് പറയുന്നത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായി ഇത്തരത്തിൽ ഷോർട്ട് പോയിന്റ്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കണമെന്നുള്ളവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം. വീഡിയോ സൂം ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കാം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. എന്ത് മാറ്റം വരുത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. അതിനനുസരിച്ചുള്ള മാറ്റവുമായിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവുക.